ഒക്ടോബർ 21 ഒരുപാട് സവിശേഷതകളുള്ള ദിവസമാണ് ഇത്. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട മറ്റൊരു ചരിത്രം ഈ ഒരു ദിവസത്തിനുണ്ട് എന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷം അതിനോടനുബന്ധിച്ചുള്ള എല്ലാം പറയുന്നത് 1947 മുതലുള്ള കാലഘട്ടത്തിലാണ്. പക്ഷെ 1943 ഒക്ടോബർ 21 സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? ഇല്ല, ചരിത്രപരമായി അത് തെറ്റല്ല. ചരിത്രപരമായി വളരെ വലിയൊരു ശരിയുമാണ്. പക്ഷെ ഒരു ചോദ്യം അതിനെതിരായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നാണ്. അത് സിംഗപ്പൂരിലാണ്. അത് പറയുന്നവരോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സിംഗപ്പൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. വേണമെങ്കിൽ ഈ ഒക്ടോബർ 21, 43 ഒക്ടോബർ 21, 82 കൊല്ലമായി. 82 കൊല്ലം മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും 43 ഒക്ടോബർ 21 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമെന്നും ചരിത്രപരമായി വ്യാഖ്യാനിച്ചാൽ തെറ്റല്ല, പല കാരണങ്ങളാൽ. ഒന്ന്, അത് ഒരേ ഒരു വിയോജിപ്പുള്ളത് ഇന്ത്യക്ക് പുറത്തു വെച്ച് പ്രഖ്യാപിച്ചു, സിംഗപ്പൂരിൽ വെച്ച് എന്നാണ്. യുദ്ധകാലമാണ്. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമായിരുന്നില്ല. കൽക്കത്തയിലെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒളിച്ചു കടന്നാണ് പുറത്തു പോയത്, സുഭാഷ് ചന്ദ്രബോസിന്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രഖ്യാപനമാണ് 43 ഒക്ടോബർ 21 സിംഗപ്പൂരിലെ ഒരു ഹാളിൽ കിട്ടാവുന്ന ഇന്ത്യക്കാരെയും INA-ക്കാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയും പോലെ, വി ഡിക്ലെയർ വി ദ വാരിയേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്നവരെല്ലാവരും ചേർന്ന് പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്. അത് സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയാൻ ഒന്ന്, ആ പ്രഖ്യാപനമാണ് കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, അതിന് ആ രാജ്യത്തിന് അന്ന് സുഭാഷ് പ്രഖ്യാപിച്ച 43 സുഭാഷ് പ്രഖ്യാപിച്ച രാജ്യത്തിന് ഏതാനും ലോകരാജ്യങ്ങളെങ്കിലും അന്ന് തന്നെ അംഗീകാരം കൊടുത്തു, റെക്കഗ്നൈസ് ചെയ്തു. ഇപ്പോൾ പ്രധാനമായിട്ടും അന്ന് ബ്രിട്ടനെതിരായിട്ട് പൊതിക്കൊണ്ടിരുന്ന സഖ്യകക്ഷികൾ, അതും വമ്പന്മാരാണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, തായ്ലൻഡ് എന്ന് വെച്ചാൽ അദ്ദേഹം സിംഗപ്പൂരിന്റെ പരിസരത്തുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ചിട്ട്, അവരുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ ലോകത്തിലെ കുറേ രാജ്യങ്ങളെങ്കിലും റെക്കഗ്നൈസ് ചെയ്തു സ്വതന്ത്ര ഇന്ത്യ ആണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിന്റെ പരമാധികാരി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു, പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു, സൈനിക തലവൻ സുഭാഷ് ചന്ദ്രബോസ്, വിദേശകാര്യമന്ത്രിയായിരുന്നു. എന്താ കാര്യം? ഇത് ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തനുണ്ടായിരുന്നില്ല. ഞാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മന്ത്രി പോട്ടെ, സ്വതന്ത്ര ഇന്ത്യയുടെ വക്താവാണെന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ പിടിച്ചകത്താക്കുമായിരുന്നു. സുഭാഷിനെ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം ഞാൻ ഏറ്റു, എല്ലാ കുറ്റവും എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റു എന്ന് പറയുന്നത് അപാരമായ ധീരതയാണ്. അതുകൊണ്ടാണ് നേതാജി എന്നുള്ള പേര് വന്നത്. അടുത്ത കാരണം കൂടി ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഖ്യാപനമല്ല എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു തുണ്ടെങ്കിലും മോചിപ്പിച്ചോ? ഒരു തുണ്ടല്ല, പല തുണ്ട് മോചിപ്പിച്ചു. കാരണം അന്ന് ജപ്പാന്റെ കയ്യിലാണ് ആൻഡമാൻ നിക്കോബാർ. ജപ്പാന്റെ കയ്യിലുണ്ടായിരുന്ന ആൻഡമാൻ നിക്കോബാർ വേണമെങ്കിൽ അവർക്കും പറഞ്ഞൂടെ, അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞൂടെ? പക്ഷേ നേതാജിയുടെ ആത്മാർത്ഥത, ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല, ജപ്പാന്റെ കൂടി ശത്രുവായ ബ്രിട്ടനോടുള്ള പോരാട്ടം, ജപ്പാന്റെ കൂടി സഹായത്തോടും സൈനിക സഹായത്തോടും സായുധ സഹായത്തോടും കൂടിയുള്ള പോരാട്ടം. അതുകൊണ്ട് ജപ്പാനോടുള്ള സൗഹൃദത്തിൽ അവർ മാതൃക കാണിച്ചു. ആദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ എന്നും ഇന്ത്യയുടെ ഭാഗമാണ്. ആ ഐലൻഡ് പക്ഷേ അന്ന് 43 ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജപ്പാന്റെ കയ്യിലാണ്. അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ മാതൃക കാണിക്കുന്നു, നിങ്ങളുടെ രാജ്യം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം, ഞങ്ങളുടെ കയ്യിലൊരു തുണ്ടേ ഉള്ളൂ, ഞങ്ങളിതാ തന്നിരിക്കുന്നു. അതുകൊണ്ട് ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉദയം ചെയ്തതെന്ന് പറയാം, നമ്മുടെ ചെങ്കോട്ടയിലല്ല എന്നും പറയാം. ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ കോൺട്രവേഴ്സ്യലാവാം. പക്ഷെ കോൺട്രവേഴ്സ്യലാകുന്നതിന്റെ ഇതിന് മറിച്ചു പറയുന്ന ഒരൊറ്റ കാരണം, ഇന്ത്യക്ക് പുറത്തു വെച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോലും ഇന്ത്യക്ക് അവകാശമില്ലാത്ത കാലത്ത് എങ്ങനെ അംഗീകരിക്കാന്ന ഇത് പറയുന്ന എൻ്റെ ന്യായമായ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നവരോട് ചരിത്രം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെതിരെ, കമ്മ്യൂണിസ്റ്റുകാർ നേതാജി അംഗീകരിച്ച കൂട്ടത്തിലാണ് എന്നും. INA-ക്കാരൊക്കെ പിൽക്കാലത്ത് മത്സരിച്ചത് അവർക്ക് ചേരാവുന്ന പാർട്ടി എന്നുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെങ്ങനെയാണ് സ്വാതന്ത്ര്യദിനം ഈ ആഗസ്റ്റ് 15 പറയുക? നേതാജി അംഗീകരിക്കണമെങ്കിൽ മുഴുവനായിട്ട് അംഗീകരിക്കണ്ടേ? നേതാജിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താ?
ഞങ്ങൾ ഇന്ത്യയുടെ മക്കൾ ഇന്നു മുതൽ സ്വതന്ത്രരാണെന്ന് 43 ഒക്ടോബർ 21 പ്രഖ്യാപനം നടത്തിയ നേതാജിയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്? രാഷ്ട്രപിതാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച നേതാജി അംഗീകരിക്കണ്ടേ? മഹാത്മാഗാന്ധിയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പോരാടി തോറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിച്ചു. ഗാന്ധിജി പറഞ്ഞു അഹിംസാ മാർഗം, നേതാജി പറഞ്ഞു അല്ല, സർവായുധ സജ്ജമായ ഒരു സാമ്രാജ്യത്തോട് സായുധമായി മാത്രമേ നമുക്ക് ജയിക്കാനാവൂ. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. പിൽക്കാലത്ത് ഒരു കാര്യം ഉണ്ടായി, നീണ്ടുപോയെങ്കിലും നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ അത് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും ആയുധം പ്രയോഗിക്കേണ്ടി വന്നില്ലേ? എവിടെയെല്ലാം പ്രയോഗിച്ചു? അവര് വിട്ടു പോകേണ്ടി വന്നതിനും മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. പല കാരണങ്ങളുണ്ട്. അഹിംസാ മാർഗം കൊണ്ട് മാത്രമല്ലല്ലോ. അല്ല, അഹിംസാ മാർഗം കൊണ്ട് മാത്രമല്ല, പിന്നെ ഗാന്ധി പോലും ആഗ്രഹിക്കാത്ത മട്ടിലേക്ക് അഹിംസാ സമരങ്ങൾ വഴുതിപ്പോയി. പഞ്ചാബിൽ ചൗരി ചൗര സംഭവങ്ങൾ ഉണ്ടായി, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. 2, ഗാന്ധിയുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഒരു കൂട്ടർ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടക്കൊലകൾ ആരംഭിച്ചത്. അതിൻ്റെ തിരിച്ചടികൾ അങ്ങനെ ഒടുവിൽ സത്യത്തിൽ ഈ വിഭജനത്തെ തുടർന്ന് വിഭജനത്തിന് വേണ്ടിയുള്ള കോലാഹലവും ഡയറക്റ്റ് ആക്ഷനും കൂട്ടക്കൊലകളും വർഗീയ കലാപങ്ങളും ഒക്കെയാണ്, ചോരച്ചാലുകൾ തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് പറയാം. പക്ഷേ ഇത് കുറച്ചുകൂടി നേരത്തെ വർഗീയമായി വിഭജിച്ച് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ആയുധമെടുക്കുന്നതിന് മുമ്പേ രാജ്യത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് ആയുധമെടുക്കണമായിരുന്നു എന്നാണ് നേതാജി പറഞ്ഞത്. അന്നത് കേട്ടില്ല. പറഞ്ഞത് തന്നെ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് ഖൂൻ ദോ ആസാദി ദേഗ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ഇത് പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, സിംഗപ്പൂരിൽ പ്രഖ്യാപിച്ചു എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ കുഴപ്പമെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ ഉണ്ടായത്? CPM മറുപടി പറയണ്ടേ? CPM ഇപ്പോഴും പാർട്ടി കോൺഗ്രസ് കണക്കാക്കുന്നത് എങ്ങനെ? 1920 അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ച്, മനസ്സിലായോ? താഷ്കെൻഡിൽ വെച്ചുണ്ടായി എന്ന് പറഞ്ഞാൽ താഷ്കെൻഡിൽ വെച്ചാണ് പാർട്ടി രൂപീകരിക്കുന്നത്. MN റോയ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം അന്ന് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിട്ട് അവിടെ വന്നതാണ്. അപ്പോൾ റഷ്യയിൽ വെച്ചുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനം 1920 ഒക്ടോബർ 17 അവിടെ വെച്ച് രൂപീകരിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കുന്നവർക്ക് എന്താ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സിംഗപ്പൂരിൽ വെച്ച് പ്രഖ്യാപിച്ചാൽ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണെന്ന് അംഗീകരിച്ചൂടെ? ചരിത്രം അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ തിരിച്ച്. അപ്പോൾ CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം അവർ ഒരിക്കലും നേതാജിയെ തള്ളി പറഞ്ഞവരല്ല. മാത്രമല്ല ആ സ്വാതന്ത്ര്യത്തിൽ ആരൊക്കെ പിൽക്കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തകയും ഇന്ത്യയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി ആദ്യമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏഷ്യയിൽ തന്നെ ഈ പരിസരത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വിമൻ റെജിമെന്റ്, ഒരു വനിതാ റെജിമെന്റ് രാജ്യത്തിന് വേണ്ടി പൊരുതിയത് അവരല്ലേ. അപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മി കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയെ അംഗീകരിക്കാമെങ്കിൽ നേതാജിയെയും അംഗീകരിക്കുന്നുണ്ട് അവർ. അപ്പോൾ പക്ഷേ എപ്പോഴാന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ പിൽക്കാലത്ത് മാറി. എപ്പോഴാണ് നേതാജി ശത്രുവാകുന്നത്? സോവിയറ്റ് യൂണിയൻ ഇവരുടെ കൂടെ യുദ്ധത്തിൽ ചേർന്നു. സോവിയറ്റ് യൂണിയൻ ചേർന്നപ്പോൾ സോവിയറ്റ് യൂണിയനെ ജപ്പാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ്റെ കൂടെ യുദ്ധത്തിൽ ചേർന്നു. അപ്പോൾ എന്തായി? അതുവരെ യുദ്ധത്തിനെതിരായിരുന്നവർ യുദ്ധത്തിന് അനുകൂലമായി. അപ്പോൾ അന്ന് വരെ നേതാജിക്ക് ജയ് വിളിച്ചവരൊക്കെ പിന്നീട് ജപ്പാൻ ചാരൻ നേതാജി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാണ് ആ തരത്തിലുള്ള ഇതൊക്കെ അതാത് കാലത്തെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഒരു കാര്യം വളരെ പറഞ്ഞതിൽ മഹാത്മജിയും ഉൾപ്പെടുന്നില്ലേ? മഹാത്മജി നേതാജിയോടുള്ള പോരാട്ടത്തിൽ മഹാത്മജി ഭയങ്കര അഗ്രസീവായിരുന്നു എന്ന് വേണം. കാരണം നേതാജി സത്യത്തിൽ മഹാത്മജിക്ക് വഴങ്ങിക്കൊടുക്കാമായിരുന്നു പലപ്പോഴും. നെഹ്റുവിനെ വേണമെന്ന് ശാഠ്യം പിടിച്ചതിന്റെ പങ്ക് പോലും. അതെ. ആ പോരാട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നേതാജി ഗ്രൂപ്പും മഹാത്മജി ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതൊന്ന് ചെറുപ്പക്കാരുടെ ഗ്രൂപ്പാണ്, നല്ല പോരാളികളുടെ ഗ്രൂപ്പാണ്, സായുധ സമരം വേണമെന്ന് വാദിക്കുന്നവരുടെ ഗ്രൂപ്പാണ്. മറ്റേത് അഹിംസാവാദികളുടെ ആത്മീയവാദികളുടെയും ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സത്യത്തിൽ അതിന് കോംപ്രമൈസ് നിന്നില്ല മഹാത്മാഗാന്ധി. നേതാജിക്കെതിരെ മഹാത്മാഗാന്ധി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് നേതാജിയെ തോൽപ്പിച്ചു, അപമാനിച്ചു. അങ്ങനെ അദ്ദേഹം കൽക്കത്തയിലെ വീട്ടിൽ ഏതാണ്ട് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് അദ്ദേഹം വേഷം മാറി പുറപ്പെടുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നത് ഇനി രക്ഷയില്ല, നാട് വിട്ടെങ്കിലും പൊരുതണം. അപ്പോൾ അദ്ദേഹത്തെ നാട് വിട്ട് പറഞ്ഞയച്ചതിലും അദ്ദേഹത്തിന്റെ മരണം പോലും ദുരൂഹമായി. നേതാജി മരിച്ചോ ഇല്ലേന്ന് ആർക്കും ഇതുവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ ഉത്തരവാദിത്തം മഹാത്മജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷേ ഇതിൽ പറയുമ്പോൾ കുതിച്ചുയരുന്ന കടുവയെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ത്രിവർണ്ണ പതാക ഉണ്ടായിരുന്നു. കഥം കഥം ബദയേജ എന്ന് പറയുന്ന മാർച്ചിങ് ഗാനം ഉണ്ടായിരുന്നു. ഒരു കറൻസി പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. എല്ലാം ഉണ്ടായിരുന്നല്ലോ. കാരണം അവിടെ കുറച്ചു കാലത്തേക്കാണെങ്കിലും ഒരു രാജ്യം ഉണ്ടായിരുന്നല്ലോ, സിംഗപ്പൂർ കേന്ദ്രമാക്കിയിട്ട് പ്രബലം എന്ന് പറയാവുന്ന ഒരു മാതൃകാ രാജ്യം സ്ഥാപിച്ചു. അങ്ങനെ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല അതിനു മുമ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ
ആരും ഒരു മാതൃക കാണിച്ചിട്ടില്ലല്ലോ ഒരു നാട് ഭരിച്ചാൽ എങ്ങനെയാണ്. ഇപ്പോൾ ഈ വ്യാജ രാജ്യങ്ങളെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ മലബാർ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ വാരിയംകുന്നൻ മലബാറിലെ 3 താലൂക്കുകളിൽ സ്ഥാപിച്ച അത് തുർക്കി ഖലീഫയുടെ ഭരണമാണ്, ഇസ്ലാമിക ഭരണമാണ്, തുർക്കി ഖലീഫയുടെ കൊടിയാണ്, തുർക്കി തൊപ്പിയാണ്. എന്നിട്ട് അത് സ്വാതന്ത്ര്യത്തിന്റെ മാതൃകയാണെന്ന് പറഞ്ഞ് ഇവർ കാണിക്കും. പുതിയ കാലത്തെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ. അതാണ് മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വതന്ത്ര രാജ്യത്തിന്റെ മാതൃക. എന്നാൽ അതിനെത്രയോ മുമ്പല്ലേ, അതിനെത്രയോ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും 43 അല്ലേ, 43 നേതാജി കാണിച്ച മാതൃക സ്വതന്ത്ര രാജ്യം, ഒരു മാതൃകാ രാജ്യം, ഇന്ത്യയുടെ ഒരു മുൻഗാമിയായി വന്ന സ്വതന്ത്ര രാജ്യമാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ വൈരുദ്ധ്യം. ചരിത്രം ഇതിനൊക്കെ പതുക്കെ കണക്ക് ചോദിക്കും. പുതിയ കുട്ടികൾ ഇപ്പോൾ ചരിത്രത്തിൽ ആ പാർട്ടി ഇടപെടുന്നു, ഈ പാർട്ടി ഇടപെടുന്നു ഒക്കെ ആക്ഷേപിക്കുമ്പോഴുള്ള എന്താ പ്രശ്നം എന്നറിയോ? അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ചരിത്രം പുതിയ കുട്ടികളുടെ വിരൽത്തുമ്പിലുണ്ട്. ഇപ്പൊ നീ ഇതിപ്പോ സർഫ് ചെയ്തല്ലേ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? എന്താ മൂടി വെക്കുന്നത്? ഈ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ഇടയിൽ, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾക്കിടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്താ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മിണ്ടാത്തത്? ചില കാര്യങ്ങളെ മനഃപൂർവ്വമായിട്ട് പഠിപ്പിച്ചൊക്കെ, ചില ചരിത്രം മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചു വെച്ചതാണ്. ഇപ്പൊ കുട്ടികൾ മാഷ് പറഞ്ഞതുപോലെ ചികഞ്ഞു പോകുമ്പോൾ അവര് 2 സൈഡും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാം വായിച്ചിട്ടാണ്, അതിൽ നിന്നാണ് അവർ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ ഈ ചരിത്രത്തെ ബ്ലാക്കോ വൈറ്റോ ആയിട്ട്, ചിലർക്ക് ഇഷ്ടമില്ലാത്ത ചരിത്രത്തിനെ ബ്ലാക്ക് അടിക്കും, കരിയോയിൽ അടിക്കുക, അവർക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം വൈറ്റ് വാഷ് ചെയ്തിട്ട് പോക്കി. അതിലെന്താ അർത്ഥമുള്ളത്? ചരിത്രത്തിൽ ഇതൊക്കെ ഇല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, രണ്ടും ഉണ്ടാവും. കുട്ടികൾ കണ്ടെത്തും. പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തിലൊക്കെ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ അതിനൊക്കെ ഭയപ്പെടുന്നത്? മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അവരുടെ നയപരിപാടികളും അവരുടെ ഐഡിയോളജിയും ഒക്കെ ടെക്സ്റ്റിലും ചരിത്രത്തിലും ഒക്കെ വരും. കുട്ടികൾ അതിനെന്തിനു ഭയപ്പെടണം? ഞാനിത് രണ്ടിനെയും കണ്ടിട്ട് അവനവൻ്റെ ബോധ്യം, ഭഗവത്ഗീത പറയുന്നില്ലേ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ടെക്സ്റ്റ്, ഭഗവാനാ പറഞ്ഞത്, കയ്യിൽ കിട്ടിയ ടെക്സ്റ്റ് കമ്പോട് കമ്പ് വായിച്ചിട്ട് വിമർശന ബുദ്ധിയാ നിരീച്ചിട്ട് ചിന്തിച്ചിട്ട് നിനക്ക് ബോധ്യം വരുന്നത് എന്തോ കൃഷ്ണ, അല്ലേ, നിനക്ക് ബോധ്യം വരുന്നത് എന്തോ അർജുന, അത് ചെയ്താൽ മതി എന്നല്ലേ. അങ്ങനെ ഒരു സംസ്കാരമുള്ള നാട്ടിൽ ചരിത്രത്തിൻ്റെ പല വ്യാഖ്യാനങ്ങൾ വന്നാൽ എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ അതിനെ. ഇതിനെയൊക്കെ ഭയപ്പെടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ ഭീരുത്വമാണ്. എന്തർത്ഥമുണ്ട്? എന്തിനും ഭയപ്പെടണം? വസ്തുതകളെ ഭയപ്പെടണോ? ചരിത്രത്തെ ഭയപ്പെടണോ? ഇനി മറുവശം ഉണ്ടെങ്കിൽ അത് കണ്ടോട്ടെ. അതിൽ ആർക്കാണോ, ആരുടെ മുൻഗാമികൾക്കാണ് അബദ്ധം പറ്റിയത്, അത് അബദ്ധമാണെന്ന് ഏറ്റു പറയണം. അതല്ലേ അതിൻ്റെ സത്യസന്ധമായ മാർഗം. അത് ഈ ചരിത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ചോദ്യം ഇതാണ്, എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം? അത് 1943 ഒക്ടോബർ 1 എന്നൊരു വാദം മുന്നോട്ട് കൊണ്ടുവന്നാൽ അതിന് പറയാൻ ആളുണ്ടോ എന്നുള്ള പ്രശ്നം. കൊണ്ടുവരണ്ടേ? എന്നാൽ എന്താ കുഴപ്പം? അതിന് മതിയായ തെളിവുകളും വസ്തുതകളും ഉണ്ടല്ലോ ചരിത്രത്തിൽ. അതെന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടർ വാദിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള തർക്കം എന്താ അറിയോ? എന്നാണ് പാർട്ടി പിറന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ പിറന്നതാണ് എന്ന് CPM. അങ്ങനെയാണെങ്കിൽ 20 പിറന്നത്. അല്ല, ഇന്ത്യൻ മണ്ണിൽ എന്നാണോ ആദ്യത്തെ യോഗം ചേർന്നത് അന്നേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് CPI. അങ്ങനെയാണെങ്കിൽ 25 പിറന്നത്. 5 കൊല്ലത്തെ എളുപ്പം കിട്ടും. ഈ വാദഗതി ആവാമെങ്കിൽ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ഒക്ടോബർ 1 എന്താണ് ഒക്ടോബർ 21 എന്നൊരു വാദം വന്നൂടെ? വരട്ടേന്നേ. ചരിത്രത്തിൽ ഞാൻ എപ്പോഴും സംവാദങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യണം. സംവാദങ്ങളെ സ്വാഗതം വന്നാൽ ഒക്ടോബർ 21 അതെന്താണെന്ന് കുട്ടികൾ അന്വേഷിച്ച് പോകും. 47 ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ ഈ സംഘടിതമായ പ്രചാരണം ഉണ്ടല്ലോ, അത് മാത്രം ആവണമെന്നില്ലല്ലോ. സത്യത്തിൽ ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആരാ? ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യം. ഞാൻ അതിനെ കുറെ കൂടി സംശയത്തോടെ കാണുന്നത്, ബ്രിട്ടീഷുകാർ വരച്ച വരയിലൂടെ ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ച മുഹൂർത്തത്തിൽ ചെങ്കോട്ടയിൽ കയറി നിന്ന് പതാക ഉയർത്തിയിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതാണോ? അതല്ല. ആരുടെയും തിട്ടൂരത്തിന് കാത്തു നിൽക്കാതെ എൻ്റെ രാജ്യത്തിന് ഇന്നു മുതൽ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ദേശീയ നേതാവ് കാണിക്കുന്ന ധൈര്യമാണോ? ഇതാണ് പ്രധാനം. അതാലോചിച്ചാൽ മതി. ചോദിക്കും കുട്ടികൾ. ആ ചോദ്യം നമ്മൾ ഏറ്റെടുക്കണം. അത് ആർജവത്തോടെ നേരിടണം. അത് ചരിത്രമാണ്, വസ്തുതയാണ്. അങ്ങനെയും ചരിത്രത്തിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. നിങ്ങളിപ്പോൾ തൽക്കാലം ഭരണകൂടത്തിന്, പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് അത് മോദിജിയാണെങ്കിൽ പോലും അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരുടെ ഐഡിയോളോഗ്സ് അംഗീകരിക്കും. പ്രത്യയശാസ്ത്രപരമായി ഇത് പഠിക്കുന്നവർ അംഗീകരിക്കും. പക്ഷേ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15 അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഭരണകൂടത്തിൻ്റെ പരിമിതിയാണ്. അതുണ്ടായിക്കോട്ടെ തന്നെ. ഭരണകൂടത്തിൻ്റെ പരിമിതി ഉള്ളപ്പോഴും അക്കാഡമീഷ്യൻസിന് എന്തുകൊണ്ട് സത്യം പറഞ്ഞുകൂടാ? ഹിസ്റ്റോറിയൻസിന് എന്തുകൊണ്ട് സത്യം പറഞ്ഞുകൂടാ? അതല്ലേ ചോദ്യം. അത് വരും. ഇനിയും കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തെ ആദ്യം നമ്മൾ സ്വതന്ത്രമാക്കണം.
ആദ്യം സ്വാതന്ത്ര്യം കിട്ടേണ്ടത് നമ്മുടെ ചരിത്രത്തിനാണ്. അത് ആരുടെയെങ്കിലും താല്പര്യത്തിൽ നിന്ന് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് വേഷം കെട്ടി കുടുങ്ങി കൊടുക്കുന്ന ഒരു സാധനമല്ല ചരിത്രം. ചരിത്രം നമ്മുടെ മുമ്പിൽ അപാരമായ ധൈര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു ഹിമസാനുവാണ്. അങ്ങനെ കാണാൻ നമുക്ക് പറ്റട്ടെ നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.